അട്ടനെ പൊക്കിയിരിക്കുന്നു. കേരളാവിൽ നിന്നും ഒരു ബ്ലോഗർ ഓവർ മോട്ടിവേറ്റ് ആക്കി ഇന്നെ തള്ളിയിടാൻ നോക്കണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാംഗ്ലൂർ വരിക, അതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ ഇതുപോലെ തിണ്ട് ഇവിടെ നിൽക്കാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. ബാംഗ്ലൂർ മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുമ്മാ വൈബാക്കി പോവാണ്. പിന്നെ ചിക്പെട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ചിക്പെട്ട് മീൻസ് എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിലെ ഡ്രസ്സ്, കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിങ്ങനെ പോകണം. മൊത്തത്തിൽ അതാണ് ബൈക്കൊന്നും എടുക്കാണ്ട് പോകണേ. പെട്ടെന്ന് അവിടെ അപ്പോൾ ഓനും കാണാം. പിന്നെ ബാംഗ്ലൂരല്ലേ, ഒന്ന് ചില്ലായി പോരാന്ന് വെച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയാണ്. അപ്പം നാസിൽ എടുക്കണ്. ഇതെന്തേ പറയ്, എന്ത് പറയാനാ മുത്ത പോയൊക്ക ഫോക്കസ് ആവത്തേ, ഫോക്കസ് ആവണില്ലല്ലോ. നമ്മള് മൂന്നാളാണ് പോണേ. നമ്മളിതുവരെ ഷെയ്ക്ക് പോലെ കാക്കി തരാണ്ടേ, പോലെ കാക്കി തന്ന് ഓല് പോയി, നാട്ടിൽ പോയി. അപ്പൊ നമ്മളെന്തിനകത്ത് കഴിഞ്ഞ് ട്രെയിനകത്ത് കാണി. ഏതാ ട്രെയിന്? യശ്വന്ത്പുര എക്സ്പ്രസ്. യശ്വന്ത്പുര എക്സ്പ്രസ്. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമ്മള് എപ്പോഴാ അവിടെ എത്താൻ ഇങ്ങോട്ട് ആദ്യത്തെ മടിച്ചിക്കണ്. ഇങ്ങോട്ട് വാ, എപ്പോഴാ അവിടെ എത്താന്നൊന്നും അറിയില്ല. പോയോക്കട്ടെ. നമ്മള് രാവിലെ ഇവിടെ ചോറ് എന്തിട്ടാണ് രാവിലെ 8 പറയുന്നത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തുമായിരിക്കും. അപ്പം കുറെ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഇറങ്ങണ്. നമ്മള് കണ്ടിട്ടൊക്കെ എത്ര ആയി? 4-5 മാസമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് എത്രയായി? കൊറേ ആയി. എത്ര ആയി? എപ്പോഴേലൊക്കെ കാണും. അപ്പൊ ഇങ്ങനെ ഒരു ട്രിപ്പ് കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് അല്ലേ? പോയോക്കട്ടെ, എന്താ മൂടോക്കട്ടെ അല്ലേ? എന്തായാലും നമുക്ക് കാണാം. ഇന്നത്തെ രാത്രി ഫുള്ള് ട്രെയിനിലാണ്. അപ്പോൾ ടിക്കറ്റ് കൺഫേം ഒന്നല്ല. ജനറൽ ടിക്കറ്റിൽ അവിടെ നിന്ന് UTC നിർത്താണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് ഈ ട്രിപ്പ് മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പ് ഒറ്റ വ്ളോഗ് ആക്കിയിട്ട് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ മാനസവാടി എത്തിയിരിക്കുന്നു. എന്താ തണുപ്പ്, മഞ്ഞൊക്കെ നോക്കി. ഏതല്ലേ തണുപ്പ് സീന്. ഇത് നമ്മളാണ് ഇന്നലത്തെ. ഇന്നലെ മറ്റേത് എന്താ വെച്ചില്ലേ, ഒരു തന്ത നമ്മളോട് എന്താണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു തന്ത കശണ്ടി റെയിൽവേഷന്ന്. ആ അല്ലെങ്കിൽ നമ്മളത് അല്ലെങ്കിൽ എടുത്ത് കുടിച്ചാൽ ആ ഗൈസ്, നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു. വാനസ്പാതിയാണ് ഇറങ്ങണേ. നമ്മൾ യശ്വന്തപുരക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ വാനസ്പാതി ഇറങ്ങാമെന്ന് വിചാരിച്ച്. അവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ, നിലത്തൊക്കെ. എന്താണാവോ, മഴ ഉണ്ടോ അവിടെ? ഈ കാണുന്നത് റോക്കറ്റ് ഫാക്ടറി ആണെന്നാട്ടോ അണ്ണൻ പറയുന്നത്. ഈ കാണുന്നത് റോക്കറ്റ് ഫാക്ടറി. ഡ്രോണ് വർത്താൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ഓട്ടോ ഡ്രൈവർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതേമാതിരി നമ്മള് ട്രെയിനിന്റെ ഫാക്ടറി ഉണ്ട് അല്ലേ? ട്രെയിൻ ഉണ്ടാക്കണ വിമാനത്തിന്റെ ഉണ്ട്. $1.9 കിലോമീറ്റർ. ഇതാണ് നമ്മളെ ചെക്കൻ്റെ ഷോപ്പ്, മിന്റി ലീഫ്. നമ്മളെ മുമ്പത്തെ ബാംഗ്ലൂർ വീഡിയോ കണ്ടാൽ അതിൽ നമ്മൾ ഇപ്പൊ കാണിച്ചാണ്, ഈ ഷോപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, മിന്റി ലീഫൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ ചെക്കൻ്റെ റൂം. ഇപ്പൊ റൂമൊക്കെ പോവാണ്. ഓനെ ഉറങ്ങാണ്. ഓനെ വിളിച്ചാണ്ട് എന്ത് ചെയ്യണോ, ഉണർത്തണം. ഈ ഗേറ്റാണ്. ഈ ഗേറ്റ് കൂടെ കയറിയിട്ട് മേലെയാണ്. നമ്മള് റോഷ ഇവിടെ ഒന്നില്ലേനോ? ഒരാഴ്ച ഒന്ന് പോന്നു ഉമ്മാനെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ?
നമ്മൾ ഫൈനലി ചെക്കൻ്റെ അടുത്ത് എത്തിയത്. ഉറങ്ങാണ്, അവനെ വിളിച്ച് ഉറപ്പിച്ച് നീപ്പിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോപ്പ്. ഞാൻ മുന്നേ വന്നപ്പോഴും നമ്മൾ നൈറ്റൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളെ ചെക്കന്മാർ. നോക്കിക്കേ എങ്ങനെയുണ്ട്. ഇത് നമ്മളെ മോട്ടറിൻ്റെ സ്പെക്സ് ആണ്. നമുക്ക് ഒരു നൈസ് ഓടില്ലേ ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഉള്ള വ്യൂ. ആ ഒരു പോർഷനിൽ ഇത് സൺറൈസ് ആയിക്കൊണ്ടിരിക്കുന്നു. വാവ്, അമേസിങ്, റിയലി ബ്യൂട്ടിഫുൾ ഗൈസ്. എങ്ങനെ നമ്മൾ ഫൈനലി അട്ടനെ പൊക്കിയിരിക്കുന്നു. അട്ടങ്ങനെ ഫോൺ ഇവിടെ വെച്ചിങ്ങനെ ഉറങ്ങി. ഇതെന്താ അട്ട ടൈം പോണി? അലാറോ? അലാറൊക്കെ വെക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ അട്ടൻ്റെ റൂമിലെത്തിയത്. അപ്പോൾ അവൻ്റെ ബാഗ് പുറത്താണ്. നമ്മളെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടീസ് ഉണ്ട്. നല്ല രസമായിട്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാംഗ്ലൂർ വരിക, അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതുപോലെ തിണ്ടുക, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ. ഇത് ഇപ്പം എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓക്കെ സമയത്താണ് വന്നത്. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ആരുമില്ല, എല്ലാവരും ലീവിലാണ്. അപ്പോൾ റൂം ഫുള്ള് കംപ്ലീറ്റ്ലി കാലിയാണ്. അപ്പോൾ ഈ ഒരു മേലുള്ള ഫ്ലോർ ഫുള്ള് നമുക്കുള്ള പോലെയാണ് എന്ന് പറയാം. പിന്നെ ആരും വരും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി നമ്മളിവിടെ പുറത്തിറങ്ങുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം കാണാം. ഒന്ന് ഫോണൊക്കെ ചാർജ് ആയി ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റ് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങുന്നതാണ് നമ്മൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ അട്ടൻ്റെ റൂമിൽ നിന്ന് എന്താണ് വെക്കേറ്റ് അടിക്കുകയാണ്. വെക്കേറ്റ് അടിക്കല്ല, ജസ്റ്റ് പുറത്ത് പോവാണ്. നമ്മുടെ സാലിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ. ഫാമിലി അല്ല, ഓൻ്റെ ഏട്ടനെ. അപ്പോൾ ഓൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് എൻ്റെ സ്പെക്സ് ഇവിടെ നിനക്കാണോ ഓടുന്നു? കുറച്ചു നേരം വീഡിയോ എടുത്തേണേ പോലാടോ. ഇങ്ങോട്ട് നിക്കി, ഇവിടെ ബൈക്ക് നിക്കി, വ്ലോഗ് എടുത്ത് കഴിഞ്ഞിട്ട് കമോൺ. ഓഫാക്കല്ലോ കേട്ടോ വീഡിയോ. നമ്മളിവിടെ അടിപൊളി വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ്? പോവല്ലേ? നമ്മളൊരു പ്രത്യേക ലക്ഷ്യമൊന്നും ഈ ബാംഗ്ലൂർ വരവിന്. എന്തായാലും എല്ലാവരും ഇങ്ങനെ ഫ്രീ ആണ്. അപ്പം ഇങ്ങനെ അട്ട ഇവിടെ ഉണ്ട്. അട്ടൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ ഇങ്ങനെ ചില്ലായി 1-2 ദിവസം ഇവിടെ അല്ലേ. അപ്പം അങ്ങനെ വന്നാണ്. നമ്മളെന്താണ് പോകണം? എടുക്ക പോണേ? മടിവാളല്ലേ? മടിവാള ശാലിന്റെ കാരണവാള എടുത്ത് പോവാണ്. അപ്പൊ എന്തായാലും കാണാം. പോവാണ്, നമ്മള് പോവാണ്. എത്താണ് ഈ ടൗസർ ഇടുന്ന ആരും കാണാത്ത? ഇവിടെ ഉള്ളവരൊക്കെ കാണില്ല. പിന്നെ വീഡിയോയിൽ കണ്ടിച്ചിട്ടെത്താ. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബറിൽ കയറി പോവാണ്. ശാലിന്റെ കാക്കൻ്റെ അടുത്തേക്ക് പോവാണ്. മോട്ടനും ശാലിയും അതേ മുന്നിലുണ്ട്. ഊബർ ഓട്ടോ ഉണ്ടോ? എവിടെയാണ് ഭയ്യട്ടെ? ഓക്കെ. നന്നായോ ഗൈസ്? ഇതാണ് നമ്മളെ ശാലിൻ്റെ ഏട്ടൻ്റെ ബിൽഡിങ് റൂം. അപ്പോൾ അതവിടെ പൂച്ച നോക്കിക്കേ എങ്ങനെയുണ്ട്. നമ്മ അങ്ങനെ പച്ചക്കറി വാങ്ങാം അല്ലേ? ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ. ഉച്ചക്ക് ചിക്കൻ കറിയും ചോറും. നമ്മൾ ശാലിൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കനെല്ലാം വാങ്ങി അവൻ്റെ ഏട്ടൻ അങ്ങോട്ട് പോയിന്. അപ്പോൾ ബാക്കി ഐറ്റംസ് നമ്മൾ വാങ്ങി നേരെ പോവാണ് അല്ലേ? ഇങ്ങനത്തെ ഫുഡടി കഴിഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോവാ നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് അല്ലേ? ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് അവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ അപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്താ പറയുക ടോപ്പിലോട്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അവിടെ ഒരു കോണി കണ്ട് എല്ലാവരും ടോപ്പിലോട്ട് കയറി പോണേ. നമുക്ക് കയറാൻ പറ്റുമോ ഒന്നും അറിയില്ല. അവർക്കുള്ള കോണി അവിടെ
നോക്കാം, ജസ്റ്റ് ട്രൈ. എനിക്ക് ഓപ്പൺ ടെറസ് ഭയങ്കര ഇഷ്ടമാണ്. പോവാ. എനിക്ക് ഓപ്പൺ ടെറസ് നാസിലവിടെ പേടിച്ചിട്ടുണ്ട്, കയറാൻ പറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് കയറിയാണ്. ചവിട്ടുപോയി. ഇതാണ് നമ്മളെ ഷാലിൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്ലൈറ്റ്. ഷാലി ഇവിടെ ഇതുവരെ ഉണ്ട്. ഇനി പോയില്ലേ? വാവ്, നമ്മൾ ഓപ്പൺ ടെറസ് എത്തി. കൊള്ളാം. വാവ്, അതിലും കൈയ്യട്ടി. ഞാൻ ഇതിൻ്റെ മേലെ കയറ്റത്ത് പിടിച്ചാ. ഞാൻ കയറിനെ കാണിച്ചു കൊടുക്ക്. കൈക്ക് പിടിച്ചോ. ഞാൻ കൈ തൊടാതെ കയറിയിരുന്നോ? ഇത് ഓവർ എന്താ പറയാ, ഓവർ മോട്ടിവേറ്റ് ആക്കി ഇന്നെ തള്ളിയിടാൻ നോക്കണ്ട. നല്ല വ്യൂ ഉണ്ട്. പക്ഷെ നമ്മളെ ബിൽഡിങ് വലിയ ഹൈറ്റില്ല, ഹൈറ്റ് കുറവായതുകൊണ്ട് വല്ലാന്ന് തോന്നുന്നു. പക്ഷെ അട്ടൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി ഇതിനായിട്ട് വ്യൂ ഉണ്ടോ. ഏതാല്ലേ നോട്ടെ. ദേ നാസിൽ മൗണ്ടൻ. ഞാൻ വെറുതെ നമ്മളെ ഫ്ലാറ്റ് പറയുമ്പോൾ ഇതിലാണ് കേട്ടോ. ഇതിൽ ആ തലക്കത്തത് ആ ഒരു റമ്മൊക്കെ നിൽക്കണില്ലേ, വാർപ്പുള്ള അത്, ആ ഒരു ചെറിയ പോർഷനാണ് താഴെ സാലിൻ്റെ ഏട്ടൻ്റെ റൂം. ആ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ടെറസൊക്കെയുള്ള എന്തില്ല, പോകാനുള്ള സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഒരു ഇതിലിങ്ങനെ പോകണുണ്ട്. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി വന്നതാണ്, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ എന്തായാലും ഫുഡ് പ്രിപ്പയർ ആവാൻ. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ തണുപ്പടിച്ച് വരുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പം ഈ ഒരു സമയത്ത്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശാലി വിളിച്ചിട്ടുണ്ട്. ഫുഡ് റെഡിയാണ്, പെട്ടെന്ന് വരാൻ, കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളപ്പുറത്തെ ബിൽഡിങ്ങാണ്. ഞാൻ പറഞ്ഞു തന്നെ വീണ്ടും പറയണ്ടാകാതെ, സോറി ഗൈസ്. നല്ല രസം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അട്ടികട്ടിക്ക് ബിൽഡിങ്ങുകൾ, അടുത്തടുത്ത് ബിൽഡിങ്ങുകൾ. പുള്ളി ഒരു റഷായിരിക്കും, അതാണ് ഒരു നെഗറ്റീവ്. റഷ്യൻ ക്രൗഡായിരിക്കും. എന്നാലും റൂമിലൊരു സമാധാനം ഉണ്ടാവും അല്ലേ? സൈലൻ്റ് രസമാണ്. ഒരു ലൈഫാണ്, ഒരു അനദർ ലൈഫാണ്, ഒരു ഡിഫറെൻറ്റ് ലൈഫാണ്. നാടും വീടും വിട്ട് ബാംഗ്ലൂർ ഇതുപോലൊക്കെയുള്ള ഒരു സിറ്റിയിൽ വന്ന് താമസിക്കാമെന്ന് പറയുമ്പോൾ എപ്പോഴേലും നമ്മളമാര് വരുന്ന പോലെ പറ്റില്ല കേട്ടോ ഞാനീ പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കണം ഒരുപാട് പേരുണ്ട്. ആ സംഭവം നല്ല രസമാണ്. പക്ഷെ നമ്മളെ വീട്ടിലത്തെ സുഖം അതെവിടെയും കിട്ടൂല, അതൊരു സത്യമാണ്. ബട്ട് പല കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണോ, ഇതേമാതിരി സ്ട്രഗിൾ ചെയ്യണം. അതന്നെ. ഇനി നമ്മൾ നേരെ നമ്മളെ ബിൽഡിങ് പോവാണ്. ഗൈസ് അവരെ നമ്മളെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ടാറ്റൊക്കെ തരുന്നുണ്ട് അവര്. നമ്മൾ കുഷ്ക കഴിക്കാൻ വന്നതാണ്. വണ്ടി അതൊക്കെ ശാലിൻ്റെ ഏട്ടന് വണ്ടി വന്നു. അപ്പോൾ നമ്മളെ കയ്യിലാണ് വണ്ടി. അപ്പോൾ നമ്മളിത് കുഷ്ക കഴിക്കാൻ വന്നിരിക്കുന്നു. ആദ്യമായിട്ടാണ് കുഷ്ക ട്രൈ ചെയ്യുന്നത്. ഇതാണ് തോന്നുന്നുണ്ട് കുഷ്ക. നമ്മളെ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങേരെ ആ വ്ളോഗ് എടുക്കുന്നുണ്ടിട്ട് ചിരിക്കുക കേട്ടോ. കേരളത്തിൽ നിന്നും ഒരു ബ്ലോഗർ സാബി. പിടിച്ച് വലിച്ചു വാങ്ങിച്ചോട്ടോ. അതിലും വഴക്കൊക്കെ അപ്പുറം സൈഡിൽ ഇങ്ങോട്ട് വലിക്കാം. നല്ല സാധനം കിട്ടിയ എല്ലാം ഉണ്ട് ഇവിടെ. കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. വേണമെങ്കിൽ മനുഷ്യന്മാരെ വരെ വിൽക്കുന്നുണ്ടാവും. ഈ ഇടവടി കൂടെ ഒക്കെ കയറി പോയാൽ ഓ എല്ലാം
അങ്ങനെ നമ്മള് അതിരാവിലെ ഏകദേശം 5:30 പുലർന്നപ്പോ നേരം പുലർന്നിട്ടില്ല, എന്താ പറയാ 5:30 ബാങ്കൊക്കെ വിളിക്കുന്ന സമയമാണ്. നമ്മൾ വന്നാണ് ചിക്പെട്ട് വന്നാണ്. അപ്പോ ദിസ് ഈസ് ചിക്പെട്ട് ഗൈസ്. എങ്ങനെയുണ്ട് അവിടെയൊക്കെ നോക്കിക്കേ, ഞാൻ തിരക്ക് കാണിച്ചു തരാം. ഡ്രസ്സെല്ലാം അവിടെ ബണ്ടിൽ വന്ന് പൊട്ടിക്കണൊക്കെ ഉണ്ട്. അതുപോലെ ആളുകൾ നോക്കിക്കേ, ഈ നേരത്ത് തിങ്ങി കൂടിയിരിക്കുന്ന നോക്കിക്കേ ആളുകൾ, കണ്ട കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഗൈസ് ചിക്പെട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കെന്തായാലും ഡ്രസ്സ് എടുത്ത ശേഷം കാണാം കേട്ടോ. കാരണം ഡ്രസ്സ് എടുക്കുമ്പോഴെല്ലാം പിന്നെ ഇവിടെ ഫോണ് സംഭവമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഒരു ക്രൗഡഡ് ആയിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാനും മോഷണമൊക്കെ നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. സോ നമ്മൾ ഫോണൊക്കെ സേഫാക്കി വെച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെ എടുത്ത് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം എന്തായാലും തിരക്ക് നോക്കിക്കേ, ഭയങ്കര തിരക്കാട്ടോ. അപ്പം ഏകദേശം 8 മണിയൊക്കെ ആയി കാണും. നമ്മൾ എടുക്കലൊക്കെ പർച്ചേസിംഗ് ഒക്കെ നിർത്തി. നമ്മളൊരു ട്രാവൽ ബാഗ് ഫുള്ള് അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു നേക്ക് തോന്നിയില്ല. നമ്മൾ വിചാരിച്ച ഒരു ക്വാളിറ്റി ഒന്നും കിട്ടിയില്ല. അതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും നമുക്കെന്താ ഇത് ആ ഒരു പ്രോപ്പർ സംഭവം കിട്ടാഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല അടിപൊളി സാധനം കിട്ടും. അതാണ് എനിക്ക് ഇതിന് മനസ്സിലായത്. ഇപ്പോഴും ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പ്രൊഡക്റ്റുകളും പല ഐറ്റംസ് ആയിട്ടും. ഇത് കണ്ടോ, പവർ ബാഗ്സ് ഒക്കെ. ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു കേട്ടോ, നാട്ടിലോട്ട് തിരിച്ചു. വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. ഞാനിതേ ഇവിടെ കിടന്നുറങ്ങുവാണ്. വളരെ തിരക്ക് കുറവായപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്നു. ബിക്കോസ് ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഒന്നും വല്ലാണ്ട് ഉറങ്ങിയിട്ടില്ല. നമ്മളെ മൗണ്ടൻ അതേ ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ദിസ് ഈസ് മൗണ്ടൻ ഗൈസ്. ഓന് ഇയർപോഡിൽ പാട്ട് കേട്ട് ഇങ്ങനെ കേട്ടോണ്ട് ചുമ്മാ ചില്ലായിക്കുവാണ്. ഓനും ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഞാനൊക്കെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം പോയാൽ അത്രേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു. ഫുള്ളി റൈഡിങ് ആയിരുന്നു. കാറുണ്ടായതുകൊണ്ട് ഇങ്ങനെ തെണ്ടായിരുന്നു അധികം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എല്ലാവരും ഉണ്ടായപ്പോൾ സംസാരിച്ചിരുന്ന് വെറുതെ കുറേ അങ്ങനെ സമയം പോയി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ ടു മൈസൂർ. പിന്നെ അവിടെ നിന്ന് നാട്ടിലോട്ട് ബസ്സാണ് കയറാം. മൈസൂരിൽ നിന്ന് നാട്ടിലോട്ട് അങ്ങനെയാണ് പോകാനുള്ള പ്ലാന്. സോ നമുക്ക് കാണാം, മൈസൂരൊക്കെ എത്തുമ്പോൾ കാണാം. മുത്തങ്ങ വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ വിഷ്വൽസൊക്കെ എടുക്കാം. മൈസൂരെത്തി സമാധാനമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഷ്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഷ്കയും കബാബ് ഫ്രൈ കേട്ടോ. ചിക്കനാണ്, ചിക്കപ്പ് വരും. എങ്ങനെ ആവശ്യമില്ലേ കുഷ്ക? അങ്ങനെ ഉണ്ട്, നൈസല്ലേ? ഞാനും നമ്മുടെ നാസിലും മൈസൂരിൽ നിന്ന് നേരെ KSRTC പിടിച്ച് ഇനി കോഴിക്കോട് പോവാണ്. കോഴിക്കോടല്ല, നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ബൈക്കോടുള്ളത് ചേളാരിയാണ്. അപ്പം നമുക്ക് ചേളാരി വരെ ഈ ബസ് പോകാമെന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് എന്താവും, ബൈക്കിൽ നേരെ നാട്ടിൽ പോയി കിടന്നണ്ട് ഉറങ്ങൂലേ? നമ്മൾ ഇന്നലെ രാത്രി ഒരു പൊട്ടി ഉറങ്ങിയില്ല. ഇന്നലെ രാത്രി എത്ര മണിക്കൂർ ഉറങ്ങിണ്ടാവും? നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ? നിങ്ങൾ തീരെ ഉറങ്ങിയില്ലല്ലോ? നിങ്ങൾ 1.5 മണിക്കൂർ. ഞാനും ഏകദേശം ആ റേഞ്ച് തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് ഇനി. പക്ഷേ ഞാൻ പെട്ടെന്ന് ഉറങ്ങും. കാരണം എനിക്ക് ഉറക്ക് വെറുതെ വളവള പറഞ്ഞ് നിൽക്കണേനൊക്കെ ഒരു ടൈമുണ്ട്. കുറച്ച് നേരം വളവള നിന്നിനി. പിന്നെ ഞാൻ ഉറങ്ങി. ഉറക്ക് തല കയറിയാൽ ഞാൻ വേഗം ഉറങ്ങും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ പോവുകയാണ്. നേരെ ഗുണ്ടൽപേട്ടൊക്കെ എത്താനായി. ഇനിയിപ്പോൾ എയർപോർട്ട് ഉണ്ട് കേട്ടോ. കുറച്ച് നേരം മുമ്പ് മൈസൂർ എയർപോർട്ട് ഉണ്ട്. ഇനി ഇങ്ങനെ പോവാണ്. ഇങ്ങനെയുണ്ട് ബാംഗ്ലൂർ ട്രിപ്പ്. പെട്ടെന്നുണ്ടായ ഒരു ബാംഗ്ലൂർ ട്രിപ്പ്, ഒരു വൈബ്. ഇതൊക്കെ പെട്ടെന്നുണ്ടായാലും നമ്മൾ ട്രെയിനൊക്കെ വിചാരിച്ച്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയി ഇതുപോലെ ബസ്സായി. ഫുൾ ഒരിത്. ഇനിയിപ്പോൾ പെരെ പോയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ കാണിച്ചു കേട്ടോ. ഈ ബാഗ് നിറച്ച് നമ്മുടെ ഡ്രസ്സാണ്. ചിക്പെട്ടിന്ന് എടുത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലി കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഉണ്ട്. ചിക്പെട്ട് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, ചിക്പെട്ട് എന്ന് പറയുമ്പം കുറച്ച് എക്സ്പീരിയൻസ് ആണോ അവിടെ പോയി എടുത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സാധനവും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയോളന്നില്ല. നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. ഒരു ദിവസം പോയാൽ ചിലപ്പോൾ നമുക്ക് ജാക്കറ്റ് ആണെങ്കിൽ ചിലപ്പോൾ അടിപൊളി കിട്ടും, പക്ഷേ പാൻറ്റ് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല അന്ന്. അതുപോലെ ഷർട്ട് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല.
പക്ഷെ ചില ദിവസം പോയി കഴിഞ്ഞാൽ അടിപൊളി ടീഷർട്ടുകൾ കിട്ടും, ബാക്കിയുള്ള സംഭവം അടിപൊളി കിട്ടിയോളന്ന് ചിലപ്പോൾ 1-2 അടിപൊളിയായിട്ട് കിട്ടും. എന്നാലും എല്ലാം ഒന്നും ഒപ്പരം കിട്ടൂലല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് ഒരു ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മളെ കൂടെ ലങ്ങായിക്കൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓനൊക്കെ അറിയുമ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ, ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്നാണ്ട് പരിചയമായിട്ട് ബാംഗ്ലൂർ തയ്ക്കുകയാണ്. അതുകൊണ്ട് ഓർക്ക് അത്യാവശ്യം സാധനം കിട്ടിയാണ്. ഞാനൊക്കെ അറിയുമ്പോൾ വാരി വലിച്ചിട്ട് നോക്കാൻ ഇതിൻ്റെ കൊടുക്കുമ്പോൾ ഇതവിടെ ഇങ്ങനെ കട്ടായി നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇതിനോട് പറയണത് അത് ഇങ്ങോട്ട് കാട്ടി ഒരു കഥയാണ്. ഞാൻ കുറേ തിരഞ്ഞിനി, ഞാൻ പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കും വലിയ നേക്ക് കിട്ടിയില്ല, ഒരു ട്രാക്കായിട്ടില്ല സംഭവം ആ പരിപാടി. ഇനി നമുക്ക് വരല്ലേ, അട്ടി ഇവിടെ ഉണ്ടാവും, ബാംഗ്ലൂർ ഇവിടെ ഉണ്ടാവും, നമ്മളും ഇവിടെ ഉണ്ട് അല്ലേ. അതന്നെ. അപ്പം എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ബ്രേക്കൊക്കെ എടുക്കുന്ന സമയത്ത് കാണാം. ഗൈസ് അങ്ങനെ സംഭവം എല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി. ഞാൻ ഡ്രസ്സ് കാണിച്ചിട്ടാന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എടുത്തത്. അപ്പോൾ അത് ഈ ഒരു രണ്ട് സംഭവമാണ്. ഈ ഒരു സാധനം എങ്ങനെയുണ്ട്, ഇതൊക്കെ ഫ്രഷ് ആട്ടോ, ഇത് ഫ്രഷ് ആണ്, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ത്രിഫ്റ്റഡ് അല്ല, ഫ്രഷ് പീസാണ് ഇത്. ഈ കവറൊക്കെ പൊട്ടിച്ച് എനിക്ക് എടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം 200 കിട്ടിയ സാധനമാണ്. ഇതൊക്കെ വളരെ വർത്തായിട്ടുള്ളൊരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. ഇത് എന്തായാലും ഒരു ബെനിഫിറ്റായി. അപ്പോൾ അത് എടുക്കട്ടെ. പിന്നെ ഇത് ത്രിഫ്റ്റഡ് ആണ്. ഇത് നമ്മൾ നല്ല തിരഞ്ഞെടുക്കണം കേട്ടോ. അവിടെ കോംപ്രമൈസിന് ഞാൻ നിന്നില്ല, അതായത് എടുത്തിട്ട് പറ്റാത്തത് ഇനിയിങ്ങനെ കിട്ടൂല എന്നുള്ള മൈൻഡ് വെച്ചിട്ട് എടുക്കാൻ ഞാൻ നിന്നില്ല. അപ്പോൾ വീണ്ടും തിരഞ്ഞ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ എടുക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ തിരഞ്ഞെടുന്നത്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു സാധനമാണിത്. ഇത് കളറൊന്നും പോയിട്ടില്ല, എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക ബെറ്റർ സാധനം. ചിലതൊക്കെ എടുക്കുമ്പോൾ കളറ് പോയിട്ടുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇത് നമുക്ക് ബൈക്കിൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നമ്മളെ മോണ്ടനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സാധനമൊക്കെ കൊണ്ടുപോയിന്. ഞാൻ ഇത് രണ്ടും എടുത്തേ. പിന്നെ എൻ്റെ ഫോണിൽ ഒരു പൗച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ 16 Pro Maxന് ഒരു ട്രാൻസ്പെറൻറ്റ് സ്പൈജൻ്റെ ഇവിടെയൊക്കെ 400-450 റേറ്റ് വരുന്നത് എനിക്ക് 300 കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ഇതില്ല, അത് OG സാധനമായതുകൊണ്ട് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാർഗൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ഒരു ജാക്കറ്റ്. എങ്ങനെയുണ്ട്? ഇതും 200 കിട്ടിയ സാധനമാണ്. അപ്പോൾ ഇതെന്തായാലും അതാണ്, ലുക്കും കൊള്ളാം, സാധനം കൊള്ളാം, എനിക്കിഷ്ടമായി എന്തായാലും. അപ്പോൾ ഈ ഒരു 2 സാധനമാണ് ഞാൻ കാര്യമായിട്ട് എടുത്തത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. ഞാൻ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.